ഭാവന മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. നമ്മൾ ഒരുമിച്ച് 19ാമത്തെ ധ്യാനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് എന്നത്. കർത്താവിൻ്റെ ദാസി സാറാമ്മ ആൻറ്റി ഇപ്പോൾ ഓർപ്പിച്ചതുപോലെ നല്ല ശതമാനം ആളുകൾ ക്രൈസ്തവ ഗോളത്തിൽ അവഗണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ധ്യാനിക്കുവാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. എങ്ങനെയോ നമ്മുടെ ഇടയിൽ ശിഷ്യത്വ പരിശീലനത്തിന് വേണ്ട നിലയിൽ ഒരു ഇമ്പോർട്ടൻസ് ആളുകൾ കൊടുക്കാതെ വന്നു. പക്ഷെ ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെ അല്ലായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ ദൈവവചനം അന്നത്തെ കർത്തൃദാസന്മാർ പഠിപ്പിക്കുകയും അതനുസരിച്ചാണ് ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അവര് ഊന്നൽ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് കാലം ഒത്തിരി മുന്നോട്ട് പോയി. വേറെ ഒരു സുവിശേഷം നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ആ കാര്യങ്ങളിൽ അത് ചിന്തിക്കുവാന്, ചിലരത് പ്രസംഗിക്കാന്, പലരും അത് വിശ്വസിപ്പാന് ഒക്കെ ഇടയായി തീർന്നു. അങ്ങനെ അതിപ്രധാനമായ കർത്താവ് അവിടുത്തെ ശിഷ്യന്മാരോട് പറഞ്ഞ കൽപ്പനയായിരിക്കുന്ന ക്രിസ്തീയ ശിഷ്യത്വം പിൻകാലങ്ങളിൽ ഭൂരിപക്ഷം ആളുകൾ അവഗണിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് കർത്താവിൻ്റെ നിയോഗത്താൽ നമുക്കെല്ലാവർക്കും കൂടെ ഒരു ചെറിയ സമൂഹമായിട്ട് ഇങ്ങനെ കൂടി വന്ന് ഈ പ്രധാനപ്പെട്ട വിഷയം ഒന്നുകൂടെ ഒന്ന് ചിന്തിപ്പാൻ ദൈവം അവസരം ഒരുക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് വ്യക്തിപരമായി എനിക്കും അനുഗ്രഹമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു മടിയും ഇല്ല. ഞാനും പഠിക്കുകയാണ്. അങ്ങനെ ഒരുമിച്ച് നമുക്ക് ധ്യാനിക്കുക, പഠിക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടെ സാധ്യമാകട്ടെ. കഴിഞ്ഞ നമ്മൾ ഒരുമിച്ച് കൂടിയ ധ്യാനത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത്. അത് എല്ലാം ആവർത്തിക്കേണ്ട കാര്യം ഇല്ല. എന്നാൽ അതിനകത്തെ ഒരു കാര്യം ഞാൻ ഈ വേദഭാഗം വന്നപ്പോൾ സ്ട്രെസ് ചെയ്തത് ഒരു പ്രാവശ്യം കൂടെ സ്ട്രെസ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. എന്നിട്ട് 22 മുതലുള്ള വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ആ പ്രധാന കാര്യം ഞാൻ സ്ട്രെസ് ചെയ്യാനുള്ളത് യേശു ദൈവവചന പ്രഭാഷണത്തിന് കൊടുത്ത മുൻഗണനയെക്കുറിച്ചാണ്. ഇതിങ്ങനെ പല സെഷനുകൾ ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അത് ആവർത്തന ആയിട്ട് തോന്നും, അതൊരു ബോറാണല്ലോ എന്ന് തോന്നിയേക്കാം. പക്ഷെ നിങ്ങൾ ഇന്നത്തെ ആത്മീക സമൂഹത്തെ വിലയിരുത്തിയാൽ വളരെ വേഗത്തിൽ വചനത്തെയും വചന പ്രഭാഷണത്തെയും വചനത്തിന്റെ ഉള്ളടക്കത്തെയും വിട്ടുകൊണ്ട് മറ്റൊരു ട്രാക്കിലേക്ക് മറിഞ്ഞു പോകുകയാണ്. അതിന് ചുക്കാൻ പിടിക്കുന്നത് അറിയപ്പെട്ട ദൈവദാസന്മാരുമാണ്. ഇതാണ് ദുഃഖകരമായ കാര്യം. ഈ കാര്യം ഞാൻ നേരിൽ കാണുന്നത് കൊണ്ട് എനിക്ക് കിട്ടുന്ന എല്ലാ വേദികളിലും ഞാൻ ആവർത്തിച്ച് ഓർപ്പിക്കാറുണ്ട്. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലും അത് ഓർപ്പിക്കാറുണ്ട്. അത് വളരെ ഒരു സട്ടിലായിട്ടുള്ള ഡിസപ്ഷനാണ്.
16 വാക്യം മുതൽ 21 വാക്യം വരെ ഞാൻ ആരംഭത്തിൽ ഒന്ന് വായിക്കാം. അവൻ വളർന്ന് നസ്രയത്തിൽ വന്നു. ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങി. അപ്പൊ ഇതിനകത്ത് നിന്ന് ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പിനോടുള്ള ബന്ധത്തിൽ കർത്താവിനെ അനുഗമിക്കേണ്ട 2-3 കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഊന്നൽ കൊടുക്കാൻ താല്പര്യപ്പെടുന്ന കാര്യം കൂടെ പറയാം. ഞാൻ 16 വാക്യം മുതലാണ് വായിച്ചത് എങ്കിലും 14 വാക്യത്തിൽ നമ്മൾ കാണുന്നു യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 3:22 ശാക്തീകരണം നമുക്ക് കാണാൻ കഴിയും. 4:1 ആത്മപൂർണനാണെന്നും ആത്മാവിനാൽ നടത്തപ്പെട്ടു എന്നും, ഇപ്പോൾ 14 ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് അവിടുന്ന് മടങ്ങി ചെന്നു എന്നും. എന്നാൽ 18 വാക്യത്തിൽ ഈ ആത്മശക്തി എന്തിനാണെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. ആത്മാവ് വരുമ്പോൾ നമ്മെ വചനത്തിൽ നിന്ന് അകറ്റുകയല്ല, വചനത്തിലേക്ക് നയിക്കുകയും വചനം ശുശ്രൂഷിപ്പാനുള്ള ശാക്തീകരണം കൂടെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യേശുവിനെ അനുഗമിക്കുന്നവർ ഈ പാറ്റേൺ ആണ് ഫോളോ ചെയ്യേണ്ടത്. ആത്മാവിന്റെ ശക്തിയോടെ ശുശ്രൂഷിക്കണം. എന്ത് ശുശ്രൂഷിക്കണം? തിരുവെഴുത്തിനെ ആധാരമാക്കി സുവിശേഷമാണ് പറയേണ്ടത്. അപ്പൊ ഇതിനകത്ത് അത്ഭുതമില്ലേ? അടയാളമില്ലേ? ഭൂതത്തെ പുറത്താക്കുന്നതില്ലേ? ഉണ്ട്, അതെല്ലാം ഉണ്ട്. എന്നാൽ അതെല്ലാം ഉള്ളപ്പോൾ ദൈവവചനത്തിലൂടെ ദൈവാലോചന അറിയിച്ചില്ലെങ്കിൽ അവിടെ ബാലൻസ് തെറ്റുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 15 വാക്യം, അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, എല്ലാവരും അവനെ പ്രശംസിച്ചു. 16 വാക്യത്തിൽ ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു. അപ്പൊ ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പിനോടുള്ള ബന്ധത്തിൽ പള്ളിയിൽ പോകുക, നമ്മൾ ഇന്നത്തെ ഒരു ആപ്ലിക്കേഷൻ നടത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഉയർപ്പിന്റെ ദിവസം ദൈവസഭയിൽ കടന്നു പോകണം. സിനഗോഗില് ഭയങ്കര ത്രില്ലിംഗ് മെസ്സേജ് ഒന്നും ആകണമെന്നില്ല, പക്ഷെ കർത്താവിന്റെ പതിവായിരുന്നു അവിടെ പോവുക എന്നുള്ളത്. അതുപോലെ കർത്താവിന്റെ മിനിസ്ട്രിയുടെ പ്രയോറിറ്റി എന്ത് ചെയ്തു കർത്താവ്? അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, എല്ലാവരും അവനെ പ്രശംസിച്ചു. പ്രയോറിറ്റി ഓഫ് പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ് ദ വേർഡ്, അത് പിന്നെയും ഞാൻ ഊന്നൽ കൊണ്ടിരിക്കുകയാണ്. ആത്മാവിന്റെ ശക്തിയോടെ കർത്താവിനെ അനുഗമിക്കുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു മാതൃകയാണ് നമ്മളിവിടെ കാണുന്നത്. 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ യേശു പ്രസംഗിച്ച പ്രസംഗമുണ്ട്. അത് വചന അടിസ്ഥാനത്തിലുള്ള പ്രസംഗമായിരുന്നു. അവിടുന്ന് യെശയ്യാ പ്രവചനം 61 അധ്യായം 1-2 വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ആ ടെക്സ്റ്റ് അവിടുന്ന് വായിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ
മെഡിറ്റേഷൻ നമ്മൾ ചിന്തിച്ചതാണ്, 2-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം അവിടുന്ന് വായിച്ചില്ല. അത് കർത്താവിന്റെ 2-ാം വരവിങ്കൽ നടക്കേണ്ട കാര്യമാണ്. അപ്പൊ ഒരു മെസ്സേജിന് ഒരു ടെക്സ്റ്റ് ഉണ്ട്. എന്നിട്ട് 18-19 വാക്യത്തിൽ സുവിശേഷം അറിയിപ്പാൻ, പ്രൊക്ലെയിം, 18-ന്റെ 3-ാം ഭാഗം പ്രസംഗിപ്പാൻ, 19-ൽ പ്രസംഗിപ്പാൻ 3 തവണ ആവർത്തിച്ച് പറയുകയാണ്, ഹി പ്രീച്ച് ദ വേർഡ്. എങ്ങനെയാണ് ഒരാൾക്ക് പ്രസംഗമല്ല നമുക്ക് ഇന്ന് ആവശ്യമെന്ന് പറയാൻ സാധിക്കുന്നത്? അപ്പോൾ ദൈവത്തിന്റെ വചനം ഒരു ടെക്സ്റ്റ് വായിക്കുന്നു, ആ ടെക്സ്റ്റ് കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, എന്നിട്ട് ആ ടെക്സ്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ നടത്തുകയാണ്. ഇതാണ് ഇന്നും പ്രസംഗത്തിൽ നടക്കേണ്ടത്. ഇന്ന് പ്രാദേശിക സഭയിൽ സാധാരണ വിശ്വാസികൾ തിരുവെഴുത്തുകൾ വേണ്ട നിലയിൽ പഠിക്കാത്തത് നിമിത്തം ബലഹീനരായിപ്പോയി. അവരുടെ കുറെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥനകളും അതിനോടുള്ള ബന്ധത്തിലുള്ള വാക്കുകളോ വാക്യങ്ങളോ പ്രധാന ശുശ്രൂഷകൻ ഉപയോഗിച്ചാൽ അവർക്കൊരു സന്തോഷം വരും. ക്രിസ്തു കേന്ദ്രിതമായ വചന പഠനം നമുക്കില്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ്. ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം, കൺവെൻഷൻ വേദികളിൽ നിർമ്മല സുവിശേഷം, ക്രിസ്തു കേന്ദ്രിതമായ സുവിശേഷവും വളരെ ചുരുക്കമിടങ്ങളിലേ ഉള്ളൂ. ഇത് ബൈബിള് വായിച്ച് അതിന്റെ എക്സ്പോസിഷൻ നടത്തിയാൽ എന്തോ മോശമാണെന്നുള്ള ഒരു ധാരണ പോലും ആയിപ്പോയി. അതിനകത്തല്ല കാര്യമെന്നാണ് പലരുടെയും ചിന്ത. ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല. പ്രധാന ആളുകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പലരുടെയും വായിൽ നിന്ന് വീഴുന്ന വാക്കുകളാണ്. അവർ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ. എന്ത് കാര്യം ആത്മാവിനാൽ നടക്കുന്നതും നമ്മൾ സ്വാഗതം ചെയ്യുന്നു, ആത്മാവിനാൽ ആയിരിക്കണം. പക്ഷെ അതിനൊന്നും ദൈവത്തിന്റെ വചനത്തെ റീപ്ലേസ് ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, നസറേത്തിൽ വന്ന് നമുക്കറിയാം അവസാനം എന്താ ഉണ്ടായെന്ന്. ഈ വചനം പറഞ്ഞു, അതിനോട് ചേർന്ന് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ റിജക്റ്റ് ചെയ്തു. അവരാവശ്യപ്പെടുന്നത് ഒരു അത്ഭുതമാണ്. അത് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഫർനഹൂമിൽ ഞങ്ങൾ കേൾക്കുന്നു നീ വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇവരൊന്നും കാണിയില്ലേ? We will believe that you are the Messiah, and Jesus did not do. നമ്മൾ പലപ്പോഴും നസറേത്തുകാരുടെ പൊസിഷനിൽ വന്നു പോകുന്നത് പോലെയാണ് ചില അവസരങ്ങളിൽ തോന്നിപ്പോകാറുള്ളത്. 18-ാം വാക്യം 19-ാം വാക്യത്തിൽ കർത്താവ് യെശയ്യാ പ്രവചനത്തെ കൂട്ടിയതാണ്. നമ്മളത് ചിന്തിച്ചതാണ്. ദരിദ്രന്മാരോട്, ഇവിടെയെല്ലാം ആത്മീകമായിട്ടാണ് നമ്മളത് ചിന്തിക്കേണ്ടത്. മെറ്റഫോറിക്കൽ ലാംഗ്വേജാണ്, രൂപക ഭാഷാ ശൈലിയാണ്. അപ്പം അതിനോട് ചേർന്നൊരു കാര്യം പറയാം. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ബദ്ധന്മാർക്ക് വിടുതൽ, ഒപ്രസ്ഡ് ആയിട്ടുള്ളവർക്ക് വിടുതൽ, കുരുട്ട് കണ്ണ് എന്നുള്ള കാര്യത്തിൽ ഇതൊക്കെ ഒരു അക്ഷരീകമായിട്ട് ചിന്തിച്ചാലോ, കർത്താവ് അങ്ങനെ കുരുട്ട് കണ്ണ് തുറന്നിട്ടുണ്ടല്ലോ. ബന്ധിക്കപ്പെട്ട ആളുകളെ കർത്താവ് വിടുവിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഇതിന്റെ പ്രൈമറി ആപ്ലിക്കേഷൻ ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവിടെ പറയുന്ന 4 കാര്യങ്ങൾ രൂപക ഭാഷയിലാണ്. പാപം നമ്മെ എല്ലാവരെയും ആത്മീകമായി ദരിദ്രരാക്കി. അവിടെ പറയുന്നത് ഭൗതിക ദാരിദ്ര്യമല്ല പ്രിയരെ. ബദ്ധന്മാർ, അതായത് പ്രിസണേഴ്സായി, തടവുകാർ, രൂപകമായ ഭാഷയാണ്. അവരെ മശിയ വിടുവിക്കും. അവിടെ വിടുതൽ എന്നുള്ള വാക്ക് ഞാൻ വ്യാഖ്യാനിച്ചിരുന്നു. അവരുടെ പാപങ്ങൾ ക്ഷമിക്കും. ഫൊർഗിവ്നെസ് എന്ന അർത്ഥമാണ് അവിടെ ഉള്ളത്. പാപമാണ് ആളുകളെ ബന്ധിച്ചത്. മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നത്തിന് പരിഹാരമാണ് മശിയ കൊണ്ടുവരുന്നത്.
ഈ വാക്യങ്ങളാണ് കർത്താവ് അവിടെ വായിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ എക്സ്പോസിഷനാണ് കർത്താവ് അവിടെ കൊടുക്കുന്നത്. കുരുടന്മാർക്ക് കാഴ്ച. കർത്താവ് അക്ഷരീകമായ കുരുട്ടുകണ്ണ് തുറന്നിട്ടില്ലേ? ഉണ്ട്. എന്നാൽ അതിനേക്കാളും വലിയ പ്രശ്നമാണ് ആത്മീക കുരുട്. നിത്യനാശത്തിൽ ഒരുവനെ കൊണ്ടെത്തിക്കും. കുരുട്ടുകണ്ണുകളെ തുറക്കുക, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതന്മാരെ വിടുവിച്ചയപ്പാൻ. ഇത് യെശയ്യാപ്രവചനം 58 6 വാക്യത്തിന്റെ 2 ഭാഗമാണ്. അത് കർത്താവ് ഇൻസേർട്ട് ചെയ്യുകയാണ്. പാപമാണ് അതിൻ്റെ ഇരകളെ പീഡിപ്പിക്കുന്നത്. എന്നിട്ട് 19 വാക്യത്തിൽ പ്രസാദവർഷം പ്രസംഗിപ്പാൻ, ദി ഏജ് ഓഫ് സാൽവേഷൻ. ഇത് യെശയ്യാപ്രവചനത്തിൽ 10, 700, 800 വർഷങ്ങൾക്ക് മുമ്പ് മെശിയായെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവിടുന്ന് എടുത്ത് വായിച്ചിട്ട് അതിന്റെ ആപ്ലിക്കേഷൻ നടത്തുകയാണ്. ഇന്ന് നിങ്ങളുടെ കേൾവിയിൽ ഇത് ഫുൾഫിൽഡ് ആയിരിക്കുന്നു. അപ്പം ഊന്നൽ ഇതിനാണ്. ഹി പ്രീച്ച്ഡ് ദ വേർഡ്. നസ്രയത്തുകാരെ ഏറ്റെടുത്തില്ല, അത് വേറെ കാര്യം, അത് പിന്നീട് പറയാം. ദൈവസഭ ദൈവവചന ശുശ്രൂഷയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യതയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി നിങ്ങൾ ഈ 4-ാമത്തെ അധ്യായം ഒന്ന് പരിശോധിച്ച്, ഞാൻ നിങ്ങളോട് പറഞ്ഞു 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, 17, 18, 19 വാക്യം, ഇവിടെ എല്ലാം പ്രസംഗത്തിന് പ്രാധാന്യത കൊടുത്തിരിക്കുന്നു. നിങ്ങൾ 42 മുതൽ 44 വരെ ഒന്ന് നോക്കി. ആ 4th ചാപ്റ്ററിൽ, നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരം അവനെ തിരഞ്ഞ് അവന്റെ അരികത്ത് വന്ന് തങ്ങളെ വിട്ടു പോകാതിരിപ്പാൻ അവനെ തടുത്തു. അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഗലീലയിലെ പള്ളികളിൽ പ്രസംഗിച്ചു പോകുന്നു. ദിസ് വാസ് അവർ ലോർഡ്സ് പ്രാക്ടീസ് ഡ്യൂറിങ് ഹിസ് പബ്ലിക് മിനിസ്ട്രി. അപ്പൊ നമുക്കെന്താ ഇത് ബുദ്ധിമുട്ടെന്നാ? എനിക്ക് വലിയ കൺവെൻഷൻ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച കൺവെൻഷനിൽ എന്തായി പറയുന്നത്? കാലഘട്ടത്തിൽ ഇതെങ്ങനെയാണ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ പോലും തെറ്റിച്ചു കളയുന്ന കാലഘട്ടത്തിൽ ദൈവവചനത്തെ തിരസ്കരിക്കുകയും വചനമല്ല പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഇടത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരോട് എനിക്ക് കർത്താവിന്റെ ദാസൻ എന്ന നിലയിൽ നിങ്ങളോട് പിന്നെയും ഓർപ്പിക്കുവാനുള്ളത്, ഈ കുത്തൊഴുക്കിനകത്ത് നാം അകപ്പെട്ടു പോകരുത്. സ്തോത്രം. ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞത്, എന്നിട്ടും കർത്താവ് പ്രസംഗിക്കുന്നുണ്ട് താഴോട്ട് വരുമ്പോൾ. അല്ലാതെ ഇഷ്ടപ്പെടുന്ന കുറെ ഐറ്റംസ് അങ്ങോട്ട് തരികയല്ല. 22 മുതൽ 31 വരെയുള്ള വാക്യം, 22 മുതൽ 31 വരെയുള്ള വാക്യത്തിൽ ഈ സദസ്സിന്റെ ചാഞ്ചാടുന്ന ഒരു പ്രതികരണമാണ്, ഫ്ലക്ച്വേറ്റ് ചെയ്യാണ്. വാസ്തവത്തിൽ ശ്രദ്ധിച്ചാൽ പരസ്പര വിരുദ്ധമായ പ്രതികരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യം ഒരു നമ്മൾ ചിലരെ കൂട്ടൊരു വലിയ ഉണർവും ഒരാവേശവും, അപ്പോൾ തന്നെ നേരെ തിരിയുകയും. 22-ാം വാക്യം, എല്ലാവരും അവനെ പുകഴ്ത്തി, അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. അപ്പൊ പുകഴ്ത്തി ആശ്ചര്യപ്പെട്ടു. അടുത്ത ഒരു ചോദ്യമാണ്, ഇവൻ യോസഫിന്റെ മകൻ അല്ലയോ എന്ന് പറഞ്ഞു. അപ്പൊ 14-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. ഇവിടെ നമ്മൾ കാണുന്നു, അവിടുന്ന് നസ്രയത്തിലെ പള്ളിയിൽ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആളുകൾ പുകഴ്ത്തി. അപ്പൊ 14-ാം വാക്യത്തിൽ
നാട്ടിലൊക്കെ ഒരു ശ്രുതിയുണ്ട്. കാരണം കർത്താവിന്റെ വചന ശുശ്രൂഷയും കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും ശരിക്കും ഒരു സെൻസേഷൻ ആയി കഴിഞ്ഞു. അങ്ങനെ പലയിടത്തും കർത്താവിന്റെ ന്യൂസായി. ശിഷ്യരായി കർത്താവിനെ അനുഗമിക്കുന്നവരോട് ഞാൻ ഒരിക്കൽ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കാം. നമ്മൾ പ്രസംഗിക്കുകയും നമ്മുടെ ശുശ്രൂഷയിൽ ഒരു രോഗി സൗഖ്യമായാൽ നമ്മുടെ ശ്രുതി അല്ല നാടെങ്ങും പടരേണ്ടത്, നമ്മളെ അയച്ച കർത്താവിന്റെ ശ്രുതി തന്നെയാണ് പടരേണ്ടത്. ലൂക്കോസ് 5:15 എന്നാൽ അവനെക്കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. വളരെ പുരുഷാരം കേൾക്കണം. വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു. 7-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം തെക്ക് യഹൂദിയയിൽ ഉണ്ടായിരുന്ന അനുഭവം. അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദ്യയിൽ ഒക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. എന്നാൽ 15-ാം വാക്യത്തിൽ ഇത് തന്നെ, അവരുടെ പള്ളികളിൽ എല്ലാവരും അവനെ പ്രശംസിച്ചു. ഇപ്പൊ 22-ാം വാക്യത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഇത്രയും വാക്യങ്ങൾ കൊണ്ടുവന്നത്. നസ്രയത്തിലും വന്ന് പ്രസംഗിച്ചപ്പോൾ അവർക്ക് ആദ്യം വളരെ സന്തോഷമായി തോന്നി. അവർ പുകഴ്ത്തിയെന്നും ആശ്ചര്യപ്പെട്ടുവെന്നും. അതാണ് അവരുടെ ആദ്യത്തെ പ്രതികരണം. ഏകദേശം 30ഓളം വർഷം അവരുടെ ഇടയിൽ പാർത്തു കർത്താവ്. ഇങ്ങനെ ദൈവവചനം പഠിപ്പിക്കാനോ പ്രസംഗിക്കാനോ ഒന്നും അവിടുന്ന് സമയം എടുത്തിട്ടില്ല. അപ്പൊ അവിടുന്ന് പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ പുകഴ്ത്തി, ലാവണ്യ വാക്കുകൾ നിമിത്തം പുകഴ്ത്തി. അതെന്താണ്? പ്രസംഗ ശൈലി, ആ ഫ്ലോ ഇംപ്രസീവ് ആയിരുന്നു. അത് മാത്രമല്ല, നമ്മൾ ചിന്തിച്ചതാണ് 12-ാം വയസ്സിൽ അവിടുത്തെ വചനത്തോടുള്ള ബന്ധത്തിൽ അവിടുത്തെ അറിവും ജ്ഞാനവും. അപ്പൊ ദൈവവചന സത്യങ്ങളെ ഗ്രഹിച്ച് ആ ട്രൂത്തുകൾ അവിടുന്ന് പറയുകയാണ്. മാത്രമല്ല, അത് പറയുമ്പോൾ ഉറപ്പായും ആ സത്യത്തെ ആവേശത്തോടുകൂടി അവതരിപ്പിച്ചു എന്നുള്ളതിൽ സംശയമില്ല. വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ അവരിങ്ങനെ കേട്ടിട്ടില്ല. ഭാഷാ ശൈലിയോ ലാവണ്യ വാക്കുകൾ. They were really impressed. സ്തോത്രം. മത്തായി 7:28-29 വാക്യത്തിൽ ഗിരിപ്രഭാഷണത്തിന്റെ അവസാനത്തിൽ ഉപദേശത്തിൽ വിസ്മയിച്ചു എന്നും അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. അവരുടെ റബിമാരൊക്കെ പല പണ്ഡിതന്മാരെയൊക്കെ കൂട്ടി, കർത്താവ് ഞാനോ നിങ്ങളോട് പറയുന്നു അധികാരത്തോടെ. അപ്പൊ ഈ അമേസ്ഡ് ആകുന്ന, ഈ പുകഴ്ത്തുന്ന അനുഭവങ്ങൾ കർത്താവിന് മറ്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നും, കർത്താവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കല് അധികാരികൾ കുറെ ആളുകളെ അയച്ചു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 46-ാം വാക്യം, ഈ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേവകർ ഉത്തരം പറഞ്ഞെന്ന്. കർത്താവിനെ പിടിക്കാൻ പോയതാ. They were captivated by his preaching. അപ്പൊ ഇത് തന്നെയാണ് നസ്രയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തെ അവർക്ക് വിഭജിച്ചു കൊടുക്കുമ്പോൾ അവർ ഇതുവരെ കേട്ടിട്ടില്ല ഇങ്ങനൊരു പ്രസംഗിയെ. ആ പ്രസംഗ ശൈലിയും ആ ലാവണ്യ വാക്കുകൾ, അവരെല്ലാവരും കർത്താവിനെ പുകഴ്ത്തി. പക്ഷേ ഈ പ്രാരംഭത്തിലെ ഈ അനുഭവം പെട്ടെന്ന് തിരിയുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ നെഗറ്റീവായിട്ടാണ് ഇവൻ യോസെഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. എന്തുവാ ഇന്ന് നമ്മുടെ കേൾവിയില് ഇത് നിവൃത്തിയായിരിക്കുന്നു? അദ്ദേഹം പറഞ്ഞ അദ്ദേഹം മെസ്സിയാണെന്നാണ്. ഇത് യോസഫിന്റെ മോനല്ലേ ഇത്?
മാതൃസഭയിലോട്ട് ചെന്ന് നല്ലൊരു മെസ്സേജ് പറഞ്ഞു, മോനെ കൊള്ളാമല്ലോടാ, ഗുഡ്, നല്ലതായിരിക്കും. കട്ടിക്കങ്ങോട്ട് പറഞ്ഞാലോ? എടാ ജോർജ് കുട്ടി ആണോടത്, കൊള്ളാമല്ലോടാ, അവൻ പറയുന്ന കേട്ടു, നമ്മളൊക്കെ ശരിയാണോ? ആഹാ. അപ്പൊ ഇവിടെ നിന്ന് ശിഷ്യന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോഴും പുകഴ്ചയും പുകഴ്ത്തലും ഒന്നും അല്ല. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ശിഷ്യൻ എഴുതി വെച്ചോണം ഡയറിയിൽ, യു വിൽ ബി റിജക്റ്റഡ് ഇഫ് യു സ്റ്റാൻഡ് ഫോർ ദ ട്രൂത്ത്. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പോസിറ്റീവായിട്ടാണ് തുടങ്ങുന്നത്, പക്ഷെ പെട്ടെന്ന് ഇത് തിരിയുകയാണ്. തിരിയുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്ട്രീമാണ്. അവസാനം 29-30 വാക്യത്തിലേക്ക് പോകുമ്പോൾ കർത്താവിനെ കൊല്ലുവാനായിട്ട് അവർ തുടങ്ങുകയാണ്. ഒരു പ്രസംഗം ചെയ്യുന്നു. അതെ, ഇതാണ് കർത്താവിനെ അനുഗമിക്കുന്ന ശുശ്രൂഷകരെല്ലാം പ്രതീക്ഷിക്കേണ്ടത്. I am not surprised if a man of God, a true man of God, will be thrown out. If he is thrown out of the church, I am not surprised. കയ്യിലിരിപ്പ് നിമിത്തമല്ലേ സത്യം പറഞ്ഞതിന്, കോംപ്രമൈസ് ഇല്ലാതെ നിന്നതിന് സഭക്കാരെല്ലാം കൂടെ എടുത്ത് പുറത്തു കളഞ്ഞാൽ അതിശയിക്കാനില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാതൃ സിനഗോഗിൽ ഇതെല്ലാം അനുഭവിച്ചു. യോസഫിന്റെ മകൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ പറയത്തില്ലേ, ഹൂ ഡസ് ഹി തിങ്ക് ഹി ഈസ്? ആ അർത്ഥത്തിലാണ് അവരത് ചോദിക്കുന്നത്. 30 വർഷത്തോളം അവരുടെ ഇടയിൽ താമസിച്ച് വർക്ക് ചെയ്തു. ഒരു പാപത്തെക്കുറിച്ചും അവർക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. മോശമായി ഒരു കാര്യവും യേശുവിനെ കുറിച്ച് പറയാനില്ല. പക്ഷെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്, ഹീസ് ക്ലെയിമിംഗ് ടു ബി ദ മസായ who was promised through the prophet Isaiah. അതെന്താണ്? പരിചയമാണ്. നമുക്കറിയാമെന്ന ആളോ അദ്ദേഹമാണോ മശിയ? ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. നമ്മുടെ ഇടയിലെ ഒരു സഹോദരനോ സഹോദരി എഴുന്നേറ്റ് ആഴത്തിലൊരു ദൂത് പറഞ്ഞാലും നമ്മൾ ഉൾക്കൊള്ളില്ല. ഉൾക്കൊള്ളാൻ പാടാണ്. എന്തെങ്കിലും നമ്മൾ പറഞ്ഞത് ഒഴിയും. ആരാണ്ട് ഉപദേശിമാരുടെ ആണ്ട് കണ്ട് കേട്ട് പഠിച്ചു തരണ്ട. സ്തോത്രം. ഇവൻ യോസഫിന്റെ മകൻ അല്ലയോ? അപ്പോൾ നസ്രത്തുകാർക്ക് പറ്റിയത് യേശുവിനോടുള്ള പരിചയ നിമിത്തം, 10-30 വർഷത്തെ പരിചയമാ. അത് നിമിത്തം അവർക്ക് അവിടുത്തെ പ്രഭാഷണത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആപ്ലിക്കേഷനിലാണ് പ്രശ്നം. ടെക്സ്റ്റ് വായിച്ചാൽ അവർക്ക് ഒരു പ്രശ്നവുമില്ല. യെശയ്യാപ്രവചനം 61-ാം അധ്യായം 1-2 വാക്യം വായിച്ചാൽ അവർക്ക് ഒരു പ്രശ്നമൊന്നും. അത് സാധാരണ ആളുകളെല്ലാം അവിടെ വ്യാഖ്യാനിക്കുന്നത് ഇതാ, അവരിത് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്, നമ്മുടെ മശിയ വരുന്നു വരുന്നു വരുന്നു. പക്ഷെ ആപ്ലിക്കേഷൻ നടത്തിയപ്പോൾ ഇന്ന് നിവൃത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ദാറ്റ് വാസ് ടു മച്ച്. അതവർക്ക് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയാതെ വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. എന്തുകൊണ്ടായിരിക്കും അവർ റിജക്റ്റ് ചെയ്തത്? അതിന്റെ ഓരോ കാര്യം ഞാൻ പറഞ്ഞു. ഫെമിലിയാരിറ്റിയാണ്, പരിചയം. മറ്റൊരു കാര്യം, എങ്കിലും ഇവൻ എവിടെ നിന്ന് എന്ന് നാം അറിയുന്നു. ക്രിസ്തു വരുമ്പോഴോ അവൻ എവിടെ നിന്നു എന്ന് ആരും അറിയുകയില്ല എന്ന് പറഞ്ഞു. അതാണ് അവരുടെ ഒരു പ്രശ്നം. അത് നമുക്കറിയാമല്ലോ.
യോസഫിന്റെ മോനല്ലേ? അവര് പഠിച്ചു വെച്ചിരിക്കുന്ന മശിയ വെളിപ്പെടുമ്പോൾ he will come suddenly, we will not know from where he came. അപ്പൊ അത് അവർക്കൊരു തടസ്സമായി മാറി. പിന്നെങ്ങനെയാണ് how does he claim that he is the Messiah? ഇതെല്ലാമാണ് അവർക്ക് തടസ്സം. in accepting Jesus as their Messiah, they rejected him. മാത്രമല്ല അവര് നോക്കുമ്പോഴേ അവർക്കറിയാം ഇതാരാണെന്ന്. വളരെ സാധാരണയായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളയാൾ. മാത്രമല്ല ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ വളരെ ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ, സാധാരണക്കാരൻ. അതുപോലെ മത നേതൃത്വം ഏതെങ്കിലും പ്രത്യേകമായ അംഗീകാരം കൊടുത്തതായിട്ട് പള്ളിക്കാർക്കറിയില്ല. പിന്നെന്തുവാണിത്? മശിയാണോ? നമ്മുടെ ഒരു ഭാഷ ഞാൻ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് വേർപെട്ട സമൂഹത്തിൽ അറിയപ്പെട്ട ഡിനോമിനേഷനിലൊക്കെ അവർ പറയും, ക്രിഡൻഷ്യൽ കാർഡ് ഉണ്ടോ ബ്രദറെ? ഓ അല്ലേ, ആ ഞാൻ പാസ്റ്ററാ. എവിടുത്തെ പാസ്റ്റർ? അത് ഇന്ന സംഘടനയിലെ. കാർഡുണ്ടോ? അംഗീകാരമുണ്ടോ? ക്രിഡൻഷ്യൽ ഉണ്ടോ? ജീസസ് ഹാഡ് നോ ക്രിഡൻഷ്യൽ. എന്നിട്ട് ഒരു ദിവസം പറയാണ് that you are the Messiah. No. ഇതൊക്കെയാണ് അവർക്ക് തടസ്സം. മഹാപുരോഹിതരുണ്ട്, പുരോഹിതന്മാരുണ്ട്, എത്രയോ വലിയ പുള്ളികളുണ്ട്. അവരുടെ ഒന്നും അംഗീകാരമുള്ളതായിട്ട് ഇവർക്കറിയില്ല. സാധാരണ ഒരാള്, വെരി ഓർഡിനറി. വേറെ കുറെ ആളുകൾക്ക് തടസ്സം ഒരു പക്ഷെങ്കിൽ ഇത് നമ്മളെ ഭാവനയിൽ കാണണം. അടുത്തിരിക്കുന്ന ആളിനോട് കുശുകുശുക്ക് കാണുന്നിരിക്കട്ടെ. ഇത് തന്നെ ഈ 61-ാം അധ്യായ യെശയ്യാപ്രവചനത്തിൽ ഈ 2-ാം വാക്യം പൂർത്തീകരിക്കാഞ്ഞത്. അതാണ് അതിന്റെ കാര്യം. ഇതൊക്കെയാണ് തടസ്സം. കാരണം അവരുടെ ഇടയിലെ വിശ്വാസം മെശിയ വരുമ്പോൾ പ്രതികാരം ചോദിക്കുന്ന മെശിയ ആയിരിക്കും. അവിടെ യേശു അവോയ്ഡ് ചെയ്തു. പ്രസാദവർഷം പ്രസംഗിക്കാൻ, നോട്ട് വെഞ്ചൻസ്. ഇതവർക്ക് വലിയ തടസ്സമാണ്. അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന റോമക്കാരോട് പ്രതികാരം ചോദിക്കും. അപ്പൊ പ്രതികാരം ചോദിക്കുന്ന മശിയായുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുന്ന യഹൂദന് യെശയ്യാപ്രവചനം 61-ന്റെ 2-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം വിട്ടുപോയപ്പോൾ അതവർക്കൊരു തടസ്സമായി എന്നതാണ് നമ്മൾ കരുതേണ്ടത്. അവർക്ക് മാത്രമല്ല, ശരിക്കും ജോൺ ദ ബാപ്റ്റിസ്റ്റ് തന്നെ അവസാനം ചോദിച്ചത്, വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ, അതോ ഞങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി കാത്തിരിക്കണമോ? ജൂയിഷ് കൺസെപ്റ്റ് വേറൊന്നാണ്. അവര് പഠിച്ച് ചിന്തിച്ച് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് വേറൊരു കാര്യമാണ്. ഞാനിപ്പോ ഈ പറയുന്നത് why they refuse to accept Jesus as their Messiah. ഇത് യോസഫിന്റെ മകനല്ലേ? പ്രധാനപ്പെട്ട ഒരു കാര്യം, കർത്താവ് ഇവിടെ യെശയ്യാപ്രവചനത്തിലെ ആ വാക്യങ്ങൾ വായിക്കുന്നതാണ് 18-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. 18-ലും 19-ലും നമ്മൾ വായിച്ചത്. ദരിദ്രന്മാരോട് സുവിശേഷം. ഞങ്ങള് ദരിദ്രരാണോ? ബദ്ധന്മാർക്ക്. ഞങ്ങളപ്പോ ബദ്ധന്മാരാണോ? കുരുടന്മാർക്ക് കഴിഞ്ഞ്. ആഹാ, പ്രസംഗിച്ചപ്പോ ഞങ്ങൾ കുരുടനാണെന്നാണോ ചിന്തിക്കുന്നേ? ഒപ്രസ്ഡ് ആയിട്ടുള്ളവർക്ക് വിടുതൽ. യു തിങ്ക് വി ആർ ഒപ്രസ്ഡ്? എന്താണ് അവരുടെ ഉള്ളത്തിൽ? വി ആർ ജ്യൂസ്. ഞങ്ങൾ യഹൂദന്മാരാണ്.
ഞങ്ങൾ ഈ പള്ളിയിൽ കൂടി വന്നിരിക്കുന്നത് വെറുതെ അല്ല. പാഠം വായിച്ച് എല്ലാ ആഴ്ചയിലും വ്യാഖ്യാനം കേട്ട് വചനവുമായി നല്ല ബന്ധം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാണ്. ദൈവവും ഞങ്ങളുമായിട്ടുള്ള ഉടമ്പടിയുടെ ബാഹ്യ ചിഹ്നമാകുന്ന പരിച്ഛേദന ഞങ്ങളുടെ പുരുഷ പ്രജകൾക്കൊക്കെ ഉണ്ട്. You mean to say we are poor spiritually? We don't think so. ഇന്നും ഇതാണ് വിഷയം. ഇന്നും ഇതാണ് വിഷയം പ്രിയരെ. കാരണം യേശു ഇത് പറയുമ്പോൾ അവർ യേശുവിനെ തിരസ്കരിക്കുന്നത് ഈ ന്യൂസ്, കർത്താവ് കൊണ്ടുവരുന്ന ഈ ഗോസ്പൽ, ഇത് ഗുഡ് ന്യൂസ് ആകണമെങ്കിൽ ദരിദ്രരാണെന്നും തടവുകാരാണെന്നും കുരുടരാണെന്നും പീഡിതരാണെന്നും സമ്മതിക്കുന്നവർക്കാണ് ഇത് ഗുഡ് ന്യൂസ്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്പ ബുദ്ധിമുട്ടാണ്. കാരണം അവർ ചിന്തിക്കുന്നത് അവർ ജീവനുള്ള ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അവരെ ദൈവം അംഗീകരിച്ചിരിക്കുകയാണ്. ഇത് സിനഗോഗിൽ ഞങ്ങൾ വന്ന ഈ ശബത്ത് ഞങ്ങൾ ദൈവത്തെ ഓണർ ചെയ്താണ് വന്നിരിക്കുന്നത്. ദാറ്റ്സ് ദെയർ പ്രോബ്ലം. ഞങ്ങൾ ദശാംശം കൊടുക്കുന്നു, ഞങ്ങൾ ഉപവസിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ചാരിറ്റിക്ക് പ്രവർത്തനത്തിന് കൊടുക്കുന്നു. What more do you want? We are not poor. അതുപോലെ ബാഹ്യമായിട്ടാണെങ്കിലും, ആന്തരികമായിട്ടല്ല എന്നുള്ളത് നമുക്കറിയാം, ബാഹ്യമായിട്ടാണെങ്കിലും ന്യായപ്രമാണത്തിന് വേണ്ടി ഭയങ്കര തീഷ്ണതയോടെ നിൽക്കുന്ന ഒരു സമൂഹമാണിത്. സ്തോത്രം. ഞാന് സൂചിപ്പിച്ചില്ലെന്ന് വേണ്ട, ഇന്നത്തെ വേർപെട്ട സമൂഹത്തിന് പറ്റുന്നത് ഇത് തന്നെയാണ്. വേർപെട്ട സമൂഹത്തിൽ മൂന്നാം തലമുറ, നാലാം തലമുറയൊക്കെ വരുമ്പോൾ, അല്ലെ അഞ്ചാം തലമുറയൊക്കെ വരുമ്പോൾ രക്ഷിക്കപ്പെടാൻ ആള് ചുരുക്കമാണ്. കല്യാണം ആലോചിച്ച് പോകുമ്പോൾ ചെറുക്കനോട് പെണ്ണിനോട് ചോദിക്കണം, രക്ഷിക്കപ്പെട്ടു? ഞാൻ ചോദിച്ചിട്ടുണ്ട്. സ്തോത്രം. എന്നോട് ഒന്നിലധികം ആളുകൾ പിള്ളേർ ചോദിച്ചത് എന്ന് പറഞ്ഞാൽ പാസ്റ്റർ ഉദ്ദേശിച്ചത് എന്തുവാ? അങ്ങനെ ഉണ്ട്. ഞാൻ പിന്നെ അവർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിലൊക്കെ ഞാൻ പറഞ്ഞു. ലളിതമായിട്ട് സ്വർഗത്തിൽ പോകുമെന്നോ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുമെന്നോ ഇങ്ങനെയൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. ഏതായാലും ഒരു പയ്യൻ എന്നോട് പറഞ്ഞത് രസകരമായൊരു മറുപടിയാണ്. പാസ്റ്ററെ, ചിലപ്പോ തോന്നും എടുക്കപ്പെടുമെന്ന്, ചിലപ്പോ തോന്നും എടുക്കപ്പെടത്തില്ലെന്ന്. അങ്ങനുണ്ട്. വക്രനല്ല, ആള് ശുദ്ധഗതിക്കാരനാണെന്ന് എനിക്ക് ബോധ്യമായി. ഇത് വേർപെട്ട സമൂഹത്തിലെ വലിയ, ഞാനിത് വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈ? ഇവിടെ നമ്മൾ കൊച്ചിലെ തൊട്ട് പ്രൈമറി തൊട്ടങ്ങ് സീനിയർ വരെ സൺഡേ സ്കൂളെല്ലാം പഠിച്ചു. അത് കഴിഞ്ഞ് യൂത്ത് മീറ്റിങ്ങിലുള്ള ട്രോഫി എല്ലാം കൂടെ കിട്ടി വീട്ടിൽ കൊണ്ട് നിറച്ചു. എന്താ? പാട്ടിനും ഫസ്റ്റ്, പ്രസംഗത്തിനും ഫസ്റ്റ്, മനപ്പാടമാണെ പണ്ട് 119 സങ്കീർത്തനം, ഇപ്പൊ 150 സങ്കീർത്തനവും കാണാതെ വേണേ പറയാം. What more do you want? എന്നിട്ട് നമ്മൾ പറയാ ഗുഡ് ന്യൂസ് ഇസ് ഫോർ ദ പൂർ ഇൻ സ്പിരിറ്റ്. യു തിങ്ക് വി ആർ പൂർ? ഞങ്ങളെന്ന് ആത്മീയ ദാരിദ്ര്യമുള്ളവരാണ്, ഞങ്ങളെന്ന് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. വാട്ട് ഈസ് റോങ് വിത്ത് യു? ഇത് കാണാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഇതാർക്കാ പറ്റുന്നതെന്നറിയാമോ? കൊടിയ പാപികൾക്കല്ല, അവർക്കറിയാം ഒരു പാപിയാണെന്ന്. തകർക്കപ്പെട്ട പാപിക്ക് he has no hope. He has nothing in his hand to offer. വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീ, she has nothing to say. ശമരിയക്കാരത്തെ സ്ത്രീക്ക് she has nothing to say. ആർക്കാ പറയാനുള്ളത്?
നസ്രത്ത് പള്ളിക്കാർക്കൊരു പാരമ്പര്യം പറയാനുണ്ട്. They think they are close to God. ഇതാണ് നമുക്ക് പറ്റിയത്. ലളിത സുവിശേഷം നിങ്ങളുടെ പ്രാദേശിക സഭയിലൊന്ന് പറഞ്ഞു നോക്ക്. ആളുകളിലേക്ക് ഇവിടെ ഇത് വല്ല പാരസ്യത്തിന് വല്ലതും പോയി പറ, ഇവിടെ ആണ് ഇത് പറയുന്നത്. I'll tell you something. കാഹളം ധ്വനിക്കുമ്പോൾ then it will be too late. അന്ന് നമുക്ക് മനസ്സിലാകും. ഞാനിത് പറയുമ്പോൾ പ്രായമുള്ള പലരുമാണ് എന്നെ കേൾക്കുന്നത്. നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും ഓർക്കണം. സങ്കീർത്തനം കാണാൻ പഠിച്ചുകൊണ്ടോ, ഇവിടെ ഞങ്ങളുടെ ഇവിടെ റോമാലേഖനം ക്ലാസ്സുകൾ എടുത്തു കൊച്ചു പൊടിപ്പിള്ളേർ കാണാതെ പറയും റോമാലേഖനം. അപ്പൊ നമ്മളെല്ലാം പ്രൈസ് ലോർഡ് പ്രൈസ് ലോർഡ്, റോമാലേഖനം ആദ്യത്തെ അധ്യായം കാണാതറിയ, ഹല്ലേലൂയ 17 വാക്യം ആദ്യത്തെ 17 കാണാതറിയ. സോ വാട്ട്? കാണാതറിഞ്ഞത് കൊണ്ട് ഇവൻ രക്ഷിക്കപ്പെട്ടോ, ഇവള് രക്ഷിക്കപ്പെട്ടോ? അതിൽ പറ്റുന്ന അപകടം ഇതാണ്. ആ കുട്ടി ചെയ്ത് നല്ല കാര്യമാണ് കാണാതെ പഠിക്കുന്നത്, അത് തിന്മയൊന്നുമല്ല. പക്ഷെ ആ കാണാതെ പഠിച്ചത് നിമിത്തം God has accepted me, I am rich inwardly towards God എന്ന ചിന്ത അവർക്കും മാതാപിതാക്കൾക്കും ഉണ്ടാകുമ്പോഴാണ് അപകടം. അല്ലാതെ ദശാംശം കൊടുക്കുന്നതോ, സ്വോത്രകാഴ്ച ഇട്ടതോ, ചാരിറ്റിക്ക് കൊടുക്കുന്നതോ, സമയാസമയങ്ങൾ പ്രാർത്ഥിക്കുന്നതോ, ഉപവസിക്കുന്നതോ, ഇതൊന്നും അതിൽ തന്നെ തെറ്റല്ല. ആ പോവർട്ടി ഇൻവേർഡ്ലി അത് അംഗീകരിക്കാൻ നസ്രത്തുകാർ തയ്യാറായില്ല. ആൻഡ് therefore they rejected the claims of Jesus. ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞിട്ട് നസ്രത്തിൽ കർത്താവ് രണ്ടാമത് വന്നപ്പോഴും മത്തായി മർക്കോസും അത് രേഖപ്പെടുത്തുന്നുണ്ട്. ആ സിനഗോഗിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഗിവിംഗ് ദം അനദർ ചാൻസ്, എ സെക്കൻഡ് ചാൻസ്. വേദപണ്ഡിതന്മാർക്കൊക്കെ അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ആ സെക്കൻഡ് ചാൻസിലും അവർ മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിപ്പാൻ തയ്യാറായില്ല. അതാണ് ട്രഡീഷൻസിനെ കൊണ്ടുവരാൻ കഴിയുന്ന, അല്ലെങ്കിൽ ട്രഡീഷൻസ് കൊണ്ടുവരുന്ന വലിയ ബന്ധനം. രണ്ടാം തവണ അവർ വളരെ സ്കെപ്റ്റിക്കലായിരുന്നു. ഇൻഫാക്ട് അവരുടെ അവിശ്വാസത്തിൽ കർത്താവ് അന്തം വിട്ടുപോയി. അതുകൊണ്ട് കുറച്ച് രോഗികളെ മാത്രമേ സൗഖ്യമാക്കിയുള്ളൂ എന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. യോസെഫിന്റെ മകനല്ലേ? Why is he making these tall claims? നമ്മൾ 22-ാം വാക്യമാണ് ചിന്തിക്കുന്നത്. അപ്പം ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ കാര്യം പേഴ്സണലി നിങ്ങളോട് പറയാം. ഈ വചനങ്ങളാണ് പ്രിയരെ ഈ കഴിഞ്ഞ നാളുകളിൽ എന്നെ പിടിച്ചു നിർത്തിയത്. ഈ വചനങ്ങളാണ്. And the way they behaved with Jesus. When I studied the scriptures, I understood what to expect. ഈ വചനങ്ങൾ എൻ്റെ അന്തരാത്മാവിൽ അപാര ധൈര്യം പകർന്നു. ഹൃദയം ക്ഷീണിച്ചു പോകാതെ ഈ എളിയവനായ എന്നോട് ദൈവം കരുണ കാണിച്ചത് ഈ തിരുവെഴുത്തുകളെ എനിക്ക് ബോധ്യമാക്കി തന്നതാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കർത്തൃദാസിമാർ, കർത്താവിന്റെ ദാസന്മാരോട് നിങ്ങളുടെ ഒരു കൂട്ടു സഹോദരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, പ്ലീസ് സ്റ്റഡി ദ സ്ക്രിപ്റ്റേഴ്സ് ആൻഡ് സീ ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ ക്ഷീണിച്ചും മടുത്തും പോകാതെ ഇരിക്കാൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തനുമായ യേശുവിനെ നോക്കിക്കോണം. അല്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ച് തളർന്ന് ഔട്ടായി പോകാനും സാധ്യതയുണ്ട്. യേശു ഇതെല്ലാം നമുക്ക് മുൻപായി നടന്ന് അനുഭവിച്ചു. അവിടുന്ന് എങ്ങനെയാണ് പ്രതികരിച്ചത്? അങ്ങനെ പ്രതികരിക്കണമെങ്കിലും എനിക്ക് എന്നിൽ തന്നെ ബലമില്ല. I need the Spirit
of Christ in me. ഇന്നും ജനം എങ്ങനെയാണ്? ശുദ്ധമായ ദൈവവചനത്തെ അവർ സ്വീകരിക്കത്തില്ല, റിജക്റ്റ് ചെയ്യും. എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡോണ്ട് പ്രീച്ച് ലൈക്ക് ദിസ്. വേറൊരു ഇതാണ്, ഇങ്ങനെ ആപ്ലിക്കേഷൻ കൊണ്ടുവരരുത്. ഇത് തോന്നലല്ല ഞാൻ പറയുന്നത്, നേരിട്ട് എന്നോട് പലര് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുത്തിയാണ് പ്രസംഗിക്കുന്നത്. They want a message that will entertain them. ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ പലത് ആക്ഷേപിക്കുക, സോഷ്യൽ മീഡിയകൾ പടർത്തുക, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് ഊർജം ലഭിച്ചത്, when I look at my master, when I look at my Lord Jesus Christ. Following Christ is not easy. കൃത്യം പ്രസംഗം. നസ്രത്തുകാരെ അങ്ങോട്ട് ചെന്നേ, എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? ഒരാളുടെ പേരെല്ലാവരുടെയും അറിയാം, അവരുടെ മക്കളുടെ ആരുടെയും പേരൊന്ന് വിളിച്ച് ഒരാൾക്കൊരു ഹീലിംഗ് കൊടുത്ത് എന്തെങ്കിലും അവര് എക്സൈറ്റഡ് ആയി. He was actually telling them that they need deliverance. അതല്ലേ ദൈവസ്നേഹം? അതല്ലേ വാസ്തവത്തിൽ ദൈവസ്നേഹം? മറഞ്ഞിരിക്കുന്ന, ആന്തരികമായി പറ്റിയിരിക്കുന്ന പാപത്തിന്റെ മേൽ വിരൽ ചൂണ്ടിയ പ്രസംഗമല്ലേ ശരിക്കും ദൈവത്തിന്റെ സ്നേഹം? But we are so carnal, we cannot accept it. Who is he to preach that way? Who does he think we are? Brother, we are Abraham's children. ഇന്നത്തെ ഭാഷയാകട്ടോ. ഞങ്ങൾ ആരാന്നറിയാമോ? ചിലരൊക്കെ അങ്ങനെ ചോദിച്ചു കളയും, ഞാൻ ആരാന്ന് നിനക്കറിയാമോ? ഇതിൽ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടെന്നറിയാം. സ്തോത്രം. 22-ാം വാക്യമാണ് വായിച്ചത്. എല്ലാവരും അവനെ പുകഴ്ത്തി എന്നാ തുടങ്ങുന്നത്. പക്ഷേ പെട്ടെന്ന് ആ രീതി മാറുക. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. He is a really great preacher. In fact, the greatest preacher who ever preached a sermon. That's our Lord Jesus. ഇവൻ യോസഫിന്റെ മകൻ അല്ലയോ എന്ന് പറഞ്ഞു. അത് നെഗറ്റീവാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? താഴോട്ട് വായിക്കുന്ന വാക്യങ്ങൾ അത് വ്യക്തമാക്കും. ഇരുപത്തിമൂന്നാം വാക്യത്തിൽ നോക്കുക, കർത്താവ് അവൻ അവരോട്, വൈദ്യ, നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കഫർന്നഹൂമിൽ ഉണ്ടായി കേട്ടതെല്ലാം ഈ നിന്റെ പിതൃനഗരത്തിലും ചെയ്യുക എന്നും നിങ്ങൾ എന്നോട് പറയും നിശ്ചയം. അവർ പറഞ്ഞില്ല കേട്ടോ. ജീസസ് അവരുടെ മനസ്സിലൂടെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ചിന്തയെ ഒപ്പിയെടുക്കുകയാണ്. അവർക്ക് കർത്താവ് ഓഫർ ചെയ്യുന്ന രക്ഷ അവർ റിജക്റ്റ് ചെയ്യാണ്. അതിന്റെ കാരണം ഇതാണ്, അവർ ദരിദ്രരാണെന്നും പീഡിതരാണെന്നും ബന്ധികളാണെന്നും ഒന്നും കുരുടരാണെന്നും അവർക്ക് സമ്മതിക്കാൻ സാധ്യമല്ല. അവരുടെ പാരമ്പര്യങ്ങളൊക്കെയാണ് ഒരു പുകമറ പോലെ അവരുടെ മനസ്സിൽ അവർ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ കർത്താവരുടെ മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുക. ഇംഗ്ലീഷിൽ ഫിസിഷ്യൻ ഹീൽ യുവർ സെൽഫ്, വൈദ്യ നിന്നെ തന്നെ സൗഖ്യമാക്കൂ. അങ്ങനെ ഒരു പഴഞ്ചൊല്ല് അവരുടെ ഇടയിലുണ്ട്.
എന്ന് നിങ്ങൾ പറയും. എന്താ ഇതിന്റെ അർത്ഥം? ഈ ഇന്നത്തെ പോലെ വൈദ്യശാസ്ത്രം അന്ന് ഡെവലപ്ഡ് അല്ല. ശാരീരിക ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾക്ക് രോഗി ഒരു വൈദ്യന്റെ അടുക്കൽ വന്നാൽ വൈദ്യൻ പ്രിസ്ക്രൈബ് ചെയ്യും മരുന്ന്. അപ്പൊ രോഗിക്കൊരു ചിന്ത, എടാ ഇത് ഞാനിപ്പോ ഈ മരുന്ന് കുടിച്ചാൽ തട്ടിപ്പോമോ, ശരിയാകുമോ, അതോ പ്രശ്നമാകുമോ? രോഗിക്ക് എങ്ങനെ അറിയാം? അറിയാൻ ഒരു വഴിയില്ല. അപ്പൊ രോഗികൾ ആ കാലഘട്ടത്തിൽ എടുത്ത ഒരു നയമാണ്, വൈദ്യ എന്റെ മേൽ ഇത് പ്രയോഗിക്കുന്നതിന് മുമ്പ് താങ്കൾ ഇതൊന്ന് കുടിക്കും, കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാനും കുടിക്കാം. ആ അർത്ഥത്തില വൈദ്യന്മാർ രോഗികൾക്ക് രോഗത്തിനൊരു പ്രതിവിധി നിർദ്ദേശിക്കുമ്പോൾ അവര് മിക്കപ്പോഴും തെളിവ് ആവശ്യപ്പെടും. ഗിവ് us പ്രൂഫ്. ഇപ്പൊ രോഗികൾ വൈദ്യന്മാരോട് മരുന്ന് യഥാർത്ഥത്തിൽ ഗുണകരമായി പ്രവർത്തിക്കുമോ എന്ന് മിക്കപ്പോഴും ഉറപ്പ് ആവശ്യപ്പെട്ടിരുന്നു. വൈദ്യ, നീ നിന്നെ തന്നെ ഹീൽ ചെയ്യുക. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഇവിടെ ഇവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല മശിയായിട്ട് കർത്താവൻ. യോസഫിന്റെ മോൻ, give us proof you're really the Messiah. കഫർന്നഹൂമിൽ ചെയ്ത നീ പറയുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ. give us proof that you are the Messiah. show us something here. വൈദ്യ, നിന്നെ തന്നെ സൗഖ്യമാക്കി. give us proof. പ്രൂഫ് കാണാതെ we will not accept your claim that you are the Messiah. അതാണ് ഇവിടുത്തെ വിഷയം. ഞങ്ങൾ വിശ്വസിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പ്രസംഗിച്ച പോരാ, തെളിയിക്ക്. Preaching not enough. Come on, perform. Prove your claim. ഇത് മനസ്സിൽ ചിന്തിക്കുക. പിന്നെ ശിഷ്യന്മാരെ, കർത്താവിനെ അനുഗമിക്കാൻ പോകുന്നവരെ, ഞാനൊരു കാര്യം പറയാം. ഇന്നത്തെ മിക്ക സോ കോൾഡ് ശിഷ്യന്മാരും ഈ സ്ട്രെസ്സിനകത്ത് വീഴും. എടാ, എന്നാ എന്തെങ്കിലും അങ്ങ് ചെയ്യാം. നടുവേദനയുള്ള 7 പേരുണ്ട്, 14 പേരെ എഴുന്നേറ്റ് തന്നത്. എന്ത് ചെയ്യും? അതെന്താ? തെളിയിക്കുക. യേശു അന്നേരം സ്ട്രെസ്സിലായില്ല. പിതാവിന്റെ നിയോഗത്തിൽ ആത്മാവിനാൽ നടത്തപ്പെട്ട് ആ പള്ളിയിൽ വന്ന് ആത്മനിയോഗത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ച് വ്യാഖ്യാനിക്കുക. നോ മോർ പ്രൂഫ്. രോഗം സൗഖ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നയാളാണ്. അങ്ങനെ ചിലരുടെ രോഗങ്ങൾ സൗഖ്യമാകുന്നുണ്ട്, ഗുഡ്. പക്ഷേ തെളിയിക്കാൻ വേണ്ടി ഒരു പൊടി വിദ്യ അതിന് കാണിക്കേണ്ട ആവശ്യം ഇല്ല. അതെന്താ? ദൈവത്താൽ ഞാൻ അയക്കപ്പെട്ടവനാണെന്നൊന്ന് തെളിയിക്കണം. അത് മാത്രമല്ല അമേരിക്ക വരുമ്പോ ഡോളറും വേണം. സ്തോത്രം. പണ്ട് ഞാനൊരിക്കലും അവിടെ വന്നപ്പോഴേ ഒരാൾ എന്നോട് ചോദിച്ചതാ, ഏതൊക്കെ കൃപയാ ഉള്ളേ? കാരണം അതനുസരിച്ച് വേണം പുള്ളിക്ക് എന്നെ എന്റർടൈൻ ചെയ്യാൻ. ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് അദ്ദേഹത്തോട് ഞാനത് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്.
കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ ഇത് മനസ്സിലാക്കണം. We will not always be accepted. They are asking for proof. ഇന്നും സദസ്സിലുള്ളവർ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇത് കണ്ടേക്കാം. എന്ന് പ്രസംഗിച്ചു, കർത്താവ് നമ്മുടെ സഭയോട് പറയുന്നെന്ന് പറഞ്ഞു. സഹോദര, ഞാൻ കടഭാരത്തില, എന്റെ കടം മാറ്റിത്താ, ഞാൻ വിശ്വസിക്കാം. സ്തോത്രം. എന്റെ പിള്ളേരുടെ കാര്യത്തിൽ ഒരു കാര്യം, ഒരു തീരുമാനമാണ്, ഞാൻ വിശ്വസിക്കാം. ഈ കാര്യങ്ങൾക്കെല്ലാം വിടുതൽ ആവശ്യമാ, നോ ഡൗട്ട്. ദൈവവചനം പറയുന്നത്, when you know in your heart that you're poor. ഇനി എന്താ തെളിവ് വേണ്ടത്? പൂവർ ആയിട്ടുള്ളവർ accept the good news. മറ്റേതെല്ലാം നമുക്ക് വിടുതൽ ആവശ്യമാണ്, ദൈവം വിടുതലുകൾ തരട്ടെ. ഏറ്റവും വലിയ വിടുതൽ വേണ്ട മേഖലയാണിത്. Don't you know that you are a captive to sin? That you are oppressed by sin? That you are poor in spirit? പാപത്തിന് വിടുതലുണ്ട്, വിടുതലുണ്ട്. ആ സൊല്യൂഷന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു അയക്കപ്പെട്ടത്. പിതാവാം ദൈവം കർത്താവിനെ അയച്ചത്, അവിടുന്ന് വന്നത്. നമ്മുടെ പ്രധാന വിഷയം അതാണ്. നസറേത്തുകാരുടെ കൂട്ട് ഇന്നും ഒരുപാട് they want some kind of proof. Preaching പോരാ, സുവിശേഷം കേട്ടാവുന്ന ഒന്നും പോരാ, give us proof. കർത്താവ് ഇവിടെ സ്ട്രെസ്സിലായി, പബ്ലിക് അക്സെപ്റ്റൻസിന് വേണ്ടി വേറെ ഒരു കാര്യവും ചെയ്യുന്നില്ല. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. യോഹന്നാൻ 12:37 അവിടുന്ന് എത്രയോ അടയാളങ്ങൾ ചെയ്തു. യോഹന്നാന്റെ ഭാഷയെ അടയാളങ്ങൾ. പക്ഷെ അവർ കർത്താവിൽ വിശ്വസിച്ചില്ല. മനസ്സ് കഠിനപ്പെട്ടവൻ എന്നെ അത്ഭുതം കണ്ടാലും വിശ്വസിക്കത്തില്ല. Once your heart is hardened, you see miracle, അത് എന്തെങ്കിലും പറഞ്ഞ് ന്യായങ്ങൾ പറഞ്ഞ് തള്ളികളെ. എന്നിട്ട് കർത്താവ് പറയുകയാണ് 24 ഒരു പ്രവാചകനും തൻ്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. That's what happened to Jesus. ഈ വാക്യം നോട്ട് ചെയ്തോണം. കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാര് ഈ വാക്യം നോട്ട് ചെയ്തോണം. ഒരു പ്രവാചകനും തന്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല. അതെന്താ? പ്രവാചക ശുശ്രൂഷ അങ്ങനെയാ എന്ന് പറഞ്ഞാൽ ആളുകളെ സുഖിപ്പിക്കുകയല്ല. He points to your sin, calling out for repentance. Who wants to hear that? കട്ടി മെസ്സേജാ പ്രവാചകന്റെ. അതാണ് വിഷയം. നിങ്ങൾ ഇത് അനുഭവിച്ചിട്ടുണ്ടോ? എപ്പോഴാണ് അനുഭവിച്ചതെന്ന് പറയാം. സ്വന്തം ഭർത്താവിനോട് ഒരു ദിവസം പറഞ്ഞ, അച്ഛാ പാവങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ദൈവമക്കളായി നമുക്ക് തീരണം, നമ്മുടെ പാരമ്പര്യം. ഇത് പറഞ്ഞോണ്ട് ഇനി ഇങ്ങോട്ട് വന്നേക്കല്ല്. പറഞ്ഞിട്ടുണ്ടോ? സ്വന്തം പ്രവാചകന് നോ ഓണർ. വെള്ളമടിക്കുന്ന അച്ചായനോട് ഈ കാര്യം പറഞ്ഞ അച്ചായൻ ഇതൊന്നും വിഷയമല്ല. അച്ചായൻ എന്തോ പറയും, മര്യാദയ്ക്ക് ഇവിടെ താമസിച്ചോണം, ഞാൻ പറയുന്ന പോലെ കേട്ടോണം, കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇനി പള്ളി പോകാനോട് അനുവദിക്കത്തില്ല. അപ്പൊ പിന്നെ അമ്മ ഒതുങ്ങി. ഇങ്ങനെ തിരിച്ച് അമ്മാമ്മമാരോട് പറഞ്ഞാൽ അമ്മാമ്മമാരും വയലന്റ് ആവും. ആട്ടെ, നമ്മുടെ പിള്ളേരെല്ലാം കല്യാണം കഴിച്ചു, 2 വീട്ടുകാരൊക്കെ ബന്ധുത അവരോട് പറയാം, മക്കളൊക്കെ രക്ഷിക്കപ്പെട്ടുകൊണ്ട് കല്യാണം കഴിച്ചതാ, പക്ഷേ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ രക്ഷയില്ല. അവരോടൊരു ദിവസം പ്രിയ ആന്റി അങ്ങ് പറയാ,
ഞങ്ങൾ വിശ്വാസത്തിലാ. ഞാൻ നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അങ്കിളും ആന്റിയും ഒക്കെ യേശുവിനെ രക്ഷിത. നോക്കിയേ, ഇത് പറഞ്ഞുകൊണ്ട് നമുക്കിനിയും കൂടണ്ട. വല്ല ബാർബിക്യൂവോ വല്ലോ നടത്താൻ നമുക്ക് വേണേ കൂടാം. നരകത്തി ബാർബിക്യൂ ആകും സുവിശേഷം അക്സെപ്റ്റ് ചെയ്തില്ലേലും. ഒരു പ്രവാചക ദൂതാണെങ്കിൽ when you point to sin, when you tell them about repentance, you will not be accepted. എടാ, നമ്മുടെ പിള്ളേർ നമ്മളെ അക്സെപ്റ്റ് ചെയ്തില്ല. മമ്മി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരണം. അങ്ങനെയാണ് I'm going to stay somewhere else. അനുഭവം ഉണ്ടോ? ഇത് യേശുവിനെ അനുഗമിച്ചാൽ ഈ അനുഭവം ഉണ്ടാകും. ഒരു പ്രവാചകനും തന്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് അട്ടിവരയിട്ട് പറയുന്നു. യേശുവിന് ഇതാണ് പറ്റിയത്. കർത്താവിനെ അനുഗമിക്കുന്ന പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതാണ് ഉണ്ടാകാറുള്ളത്. എന്നിട്ട് ഇത് തെളിയിക്കാൻ വേണ്ടി 25 മുതൽ 27 വരെയുള്ള വാക്കുകളിൽ അവരുടെ ചരിത്രത്തിൽ നിന്ന് ഏലിയാവിന്റെ ഏലീശായുടെയും ചരിത്രമെടുത്ത് തെളിയിക്കുകയാണ്. They were also rejected. നിഷേധിക്കാൻ കഴിയത്തില്ല അവർക്ക്. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമമുണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. നമുക്കറിയാമത്. വലിയ ന്യായവിധിയെ ദൈവം അയച്ചു. യാക്കോബിന്റെ ലേഖനം 5:17 മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. It was God's judgment on Israel. അന്യാരാധനയ്ക്ക് വിറ്റുകൊടുത്ത ഇസ്രായേലിന്റെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയാണ്. അവ മഴയില്ലാതിരിക്കുന്നവരുടെ ദേശത്തെല്ലാം ക്ഷാമമായി. ഇസ്രായേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. പക്ഷെ ഈ വിധവമാരുടെ അടുക്കലേക്ക് പ്രവാചകനെ വിടാതെ, എന്നാൽ സീദോനിലെ സെരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചില്ല. ഇത് കേട്ടാൽ അവരെ ഇളകും. അവർക്കിഷ്ടമില്ലത് കേൾക്കാൻ ആ ദൂത്. ഒന്നാമതൊരു സ്ത്രീ, രണ്ടാമത് ജാതീയ സ്ത്രീ, മൂന്നാമതൊരു വിധവ. എടാ, ഇസ്രായേലിൽ ഇത്രയും വിധവമാരുണ്ടായിട്ട് God sent his prophet to a Gentile woman, a widow. ഞങ്ങളെ തഴഞ്ഞേച്ച് അങ്ങോട്ട്. don't like that. കർത്താവ് ചരിത്രത്തിൽ നിന്ന് അതെടുക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആദ്യം തന്നെ യോസഫിന്റെ മകനാണെന്ന് പറഞ്ഞ് കർത്താവിന് മനസ്സിലായി. കർത്താവ് പറഞ്ഞു, ഒരു പ്രവാചകൻ തൻ്റെ സ്വന്തം ഭവനത്തില് അംഗീകാരമില്ല. ഓക്കെ സൗരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു എന്ന് പറഞ്ഞും കർത്താവിന് ഒഴിയായിരുന്നു, വിട്ടില്ല. He's hitting the point. He's proving his point. നമ്മുടെ ആളുകൾ പറയും, കുത്തിയല്ലയോ പ്രസംഗിച്ചേ. ഞങ്ങളുടെ ചർച്ചയ്ക്ക് കുത്തി പ്രസംഗം പറ്റത്തില്ല. സന്തോഷിപ്പിക്കുന്ന മെസ്സേജ്. യേശുവിനെ അനുഗമിക്കുന്ന ദൈവവൈതൽ ഇത് കണ്ട് മനസ്സിലായിക്കോണം. He was led to talk about Elijah and Elisha. എന്താ ഇവിടുത്തെ കാര്യം? ഞാനത് പെട്ടെന്നിട്ട് വാക്കിൽ പറയാം. ഒത്തിരി വിധവമാര് ഇസ്രായേലിലുണ്ടായിരുന്നു. ജാതിക സരപ്തത്തിലെ ഈ വിധവയ്ക്ക് അവൾ ബ്രോക്കണാണ്. She needs help. ഒരട ഉണ്ടാക്കി ഞാൻ തീരാൻ പോകുക. I am poor. എനിക്ക് ദൈവത്തിന്റെ സഹായം ആവശ്യമാണ്. ദൈവത്തിന് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. പ്രവാചകൻ പറഞ്ഞു, എനിക്കാദ്യം അട ഉണ്ടാക്കിത്ത. I am willing. ഇസ്രായേലിലെ ആളുകൾ ഒങ്ങച്ചം പറഞ്ഞിരുന്നു.
ആ ജാതിക സ്ത്രീ കരം നീട്ടി. ആൻഡ് ഗോഡ്സ് ഹെൽപ്പ് വെന്റ് ദേർ. എക്സ്റ്റെൻഡഡ് ആയിട്ട് പറയാം, ഇസ്രായേൽ തഴഞ്ഞാൽ ജാതികളിലേക്ക് ദൈവം തിരിയും. ഇത് തന്നെയാണ് അടുത്ത് നമ്മൾ കാണാൻ കഴിയുന്നത് 27-ാം വാക്യത്തിൽ. അവണ്ണം എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. സിറിയക്കാരനായ നയമാൻ അല്ലാതെ അവരാരും ശുദ്ധമായി ഇല്ല എന്ന് അവൻ പറഞ്ഞു. ഇത് തന്നെയാണ്. എന്താ ഇവിടുത്തെ കുഷ്ഠരോഗികൾക്ക് സൗഖ്യമില്ലാത്തത്? അതിനാ നാമാന് കിട്ടിയത്. നാമാനെ പിടിച്ചോണ്ട് പോയ കൂട്ടത്തില് അവരക്രമിച്ച ഒരു സ്ലേവ് ഗേളിനെ പിടിച്ചുകൊണ്ട് അവള് ആന്റിയോട് പറഞ്ഞു, ആന്റി, അങ്കിളിന് സൗഖ്യമാവും, ഞങ്ങളവിടെ ഒരു പ്രവാചകനുണ്ട്. നാമാനാട് ആദ്യം പറഞ്ഞപ്പോ പുള്ളിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പക്ഷെ ആരാണ്ട് ഒരുത്തം പറഞ്ഞ ഇവരെല്ലാം കൂടെ പോയി പ്രവാചകന്റെ അടുത്ത്. പ്രവാചകൻ വന്ന് കയ്യൊക്കെ കാണിക്കുമെന്നൊക്കെയാ ഉള്ളി പ്രതീക്ഷിച്ചത്. പ്രവാചകൻ പറഞ്ഞു, go and dip yourself 7 times in the water. രണ്ട് രാജാക്കന്മാർ 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം അത് പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. കാരണം പുള്ളിയുടെ ആ പൊസിഷനും ഇതുകൊണ്ടൊന്നും പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ആരാണ്ടൊരുത്തും പറഞ്ഞു, അച്ഛാ അത്രയും അല്ലയോ പറഞ്ഞ, അത്രയും വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ, നമുക്കങ്ങ് പോയി മുങ്ങാച്ച, 7 തവണയല്ല ഉള്ളൂ. He realized his poverty, his dependence on God. തകർന്നിരിക്കുന്ന മനുഷ്യൻ, അവന്റെ കുഷ്ഠം സൗഖ്യമായി. അരാമ്യ രാജാവിന്റെ സേനാപതിയായി നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയത് കൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. ഈ മനുഷ്യനാണ് സൗഖ്യം ഉണ്ടായത്. സ്തോത്രം. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 11-ാം വാക്യം. അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു പുറപ്പെട്ടു. അവൻ തന്നെ പുറത്തു വന്ന് അടുത്ത് നിന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തന്റെ കൈ ആ സ്ഥലത്തിൻ മീതെ ആട്ടി, ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കും എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് അദ്ദേഹം കുറെ ന്യായങ്ങൾ 12-ാം വാക്യത്തിൽ പറയുകയാണ്. 13-ാം വാക്യത്തിൽ, എന്നാൽ അവന്റെ ദൂതന്മാർ അടുത്തു വന്ന് അവനോട്, പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ? പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാക എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്രയധികം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെ ആയി. അവൻ ശുദ്ധനായി തീർന്നു. പക്ഷെ നസ്രേത്തുകാരനോ, അതെന്താണ്? ഐ ഡോണ്ട് ഫീൽ that I am poor. ഞാൻ ഫിൽഡാണ്. ഇതാണ് പ്രശ്നം. ഇത് പറഞ്ഞപ്പോൾ സഹിക്കാൻ കഴിയാതെയായി. ദൈവം ജാതികളിലേക്ക് തിരിയും. യഹൂദൻ തിരസ്കരിച്ചാൽ ആവശ്യക്കാരൻ ജാതിയിലേക്ക് ദൈവം തിരിയും. അവരുടെ ചരിത്രത്തിൽ നിന്ന് ഏലിയാവിന്റെ ഏലീശയുടെയും കാലത്തെ സംഭവം എടുത്ത് പറയാം. എന്തുകൊണ്ടാണ് യഹൂദന് വിടുതലില്ലാതെ പോയത്? They did not feel the necessity. ദൈവത്തിൽ വിശ്വസിക്കുന്ന, അവരുടെ ദാരിദ്ര്യം തിരിച്ചറിഞ്ഞ, ആവശ്യം തിരിച്ചറിഞ്ഞ ഒരു വിധവയ്ക്കും ഒരു കുഷ്ഠരോഗിക്കും വേണ്ടി ദൈവം പ്രവർത്തിച്ചു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുമ്പോൾ വചനം വായിച്ച് നിർത്താം. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റ്. നമ്മൾ ഓർത്ത് ദൈവവചനം പറയുമ്പോൾ ആത്മാവിൽ നിറയുമെന്ന്. ദൂത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടോ, മാതൃസഭയെ ആദ്യം അങ്ങനെ തുടങ്ങി അവർ പുകഴ്ത്തി, അല്ലേ? ഓർക്കുന്നുണ്ടല്ലോ, അവർ പുകഴ്ത്തി 22-ാം വാക്യത്തിൽ. ഇപ്പൊ എന്തായി?
കോപത്താൽ നിറഞ്ഞ് എഴുന്നേറ്റു അവനെ പട്ടണത്തിന് പുറത്താക്കി. അപ്പൊ സിനഗോഗിന് പുറത്താക്കിയോ? പട്ടണത്തിന് പുറത്താക്കി. അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തല കീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. അവനോ അവരുടെ നടുവിൽ കൂടി കടന്നുപോയി. അതെന്താണ്? അതെങ്ങനെയാണ്? ഒറ്റ ആൻസറേ എനിക്കുള്ളൂ. അവന്റെ നാഴിക വന്നിട്ടില്ല. ദാറ്റ്സ് ഓൾ. ഈ അപ്പോസ്തലന്മാരൊക്കെ രക്തസാക്ഷികളായ എന്തുകൊണ്ടാണ് പ്രിയരെ? അവര് രോഗം സൗഖ്യമാക്കിയത് കൊണ്ടല്ല. They preach the truth. മറ്റൊരുത്തനിലും രക്ഷയില്ല. They lifted up the name of Jesus. They said, you are sinners. God is angry with you. Turn to Christ in repentance. രക്തസാക്ഷികളായി. ഇന്നും കാര്യം പറഞ്ഞാൽ അടി കിട്ടും. ഇന്നും കാര്യം പറഞ്ഞാൽ പരിഹസിക്കും. ഇന്നും കാര്യം പറഞ്ഞാൽ പുറത്താക്കും. ലെറ്റ്സ് ഫോളോ ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ഈ മാതൃക നമ്മുടെ അന്തരാത്മാവിൽ ഊർജം പകരട്ടെ പ്രിയരെ. നമ്മുടെ അന്തരാത്മാവിൽ ശക്തി പകരട്ടെ. വേറെ ഒരു പാസ്റ്ററെ നോക്കരുത്. വേറെ ആരും. വൻപന്മാര് മൂക്കുകുത്തി താഴെ വീണുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. വമ്പന്മാര്. ഇന്ന് ഞാൻ കേട്ടതാണ്, ഒരു ആള് വചനവിരുദ്ധമായ കാര്യങ്ങളോട് സഹകരിക്കുമ്പോൾ ആരോ ചോദ്യം ചെയ്തപ്പോ പറഞ്ഞ മറുപടി, നിലനിൽപ്പാണ് ബ്രദറെ, നിലനിൽപ്പ്. യേശു എങ്ങനെ നിലനിന്ന്? ഹി ട്രസ്റ്റഡ് ഹിസ് ഫാദർ ഇൻ ഹെവൻ. കർത്താവ് ഈ വചനത്താൽ നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.